ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് നിലനിർത്തി. കോൺഗ്രസിലെ AK ഷമീർ ലാല 123 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ഇന്നലെ കൊടികുത്തുമല വാർഡ് 9 നടന്ന വോട്ടെടുപ്പിൽ 1481 വോട്ടുകളിൽ 1178 വോട്ടുകളാണ് പോൾ ചെയ്തത്. UDF സ്ഥാനാർത്ഥിക്ക് 638 വോട്ടുകൾ ലഭിച്ചു. LDF സ്ഥാനാർത്ഥി TA ജലീലിന് 515 വോട്ടുകളും NDA സ്ഥാനാർത്ഥി വിനൂപ് NBക്ക് 25 വോട്ടുകളുമാണ് ലഭിച്ചത്. 9ാം വാർഡിലെ മുൻ കൗൺസിലറായിരുന്ന നൌഷാദ് കെയോട് ജനങ്ങൾക്കുള്ള സ്നേഹമാണ് തൻ്റെ വിജയത്തിന് പിന്നിലെന്നും വാർഡിലെ ജനങ്ങളോട് വിജയത്തിന് നന്ദി പറയുന്നുവെന്നും നൌഷാദ് തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി ഷമീർ ലാല പറഞ്ഞു. 9ാം വാർഡിലെ UDFിൻ്റെ സംഘടനാ നേതൃത്വം പാർട്ടിയുടെ സഹപ്രവർത്തകരുടെ കൂട്ടായ്മയും അതിലുപരി നൌഷാദ്ക്കുള്ള ജനങ്ങളുടെ സ്നേഹവുമാണ് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. അതിന് ഞാൻ 9ാം വാർഡിലെ ജനങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഇനിയും നൌഷാദ്ക്കയുടെ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി നൌഷാദ്ക്ക ചെയ്തു വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം പൂർത്തിയാക്കണം. പിന്നെ നൌഷാദ്ക്കയുടെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കൂടെ തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDFന് 705 വോട്ടും LDFന് 590 വോട്ടും BJPക്ക് 72 വോട്ടുകളുമാണ് ലഭിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഹ്ലാദ പ്രകടനം ഒഴിവാക്കുകയാണെന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞു. ദുഃഖ ആചരണം ഉള്ളതുകൊണ്ട് നമ്മൾ ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചുള്ളത് സന്തോഷമുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വം രേഖപ്പെടുത്തുക, നമ്മുടെ ഉള്ളിൽ ഒതുക്കാം. കാരണം നമ്മുടെ സഹോദരന്മാർ ഒത്തിരി ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. വലിയ ദുരന്തം ഇന്ന് കേരളത്തിന് താങ്ങാൻ പറ്റാത്തതിനപ്പുറം നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് UDFിൻ്റെ നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന് സംസ്ഥാന സർക്കാർ ദുഃഖാചരണം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഇതൊന്നും നമ്മൾ ഇല്ല. എന്തായാലും ജയിച്ചു, അതിൽ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം നൽകിയ ആ വാർഡിൽ എല്ലാവരെയും, അതുപോലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അൻവർ സാദത്ത് MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, രാജി സന്തോഷ്, ബാബു പുത്തനങ്ങാടി, മുഹമ്മദ് ഷഫീഖ്, മറ്റ് UDF കൗൺസിലർമാർ, UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ അഭിനന്ദിച്ചു. ആകെയുള്ള 18 സീറ്റിൽ UDFന് 10, LDFന് 5, BJPക്ക് 1, 2 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. ന്യൂസ് ഡെസ്ക്, ആലുവ.